ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാരറ്റ് റീഡിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്നവരോട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടാരറ്റ് റീഡിംഗ് ചാനൽ അല്ല, ഒരു വീഡിയോ അല്ല, ടാരറ്റ് റീഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. പക്ഷേ ടാരറ്റ് റീഡിംഗ് കാണുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കാതെ വരുമ്പം ഒരു പ്രത്യേക ഡള്ളായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാറുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ഇത്രയ്ക്കും അധികം മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ ഇത്രയ്ക്കും അധികം അഫേം ചെയ്തു, പല തരത്തിൽ പല രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ നോക്കി. എന്നിട്ടും എനിക്കൊരു നല്ലൊരു ആൻസർ എവിടെ നിന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും എനിക്ക് ഒറ്റപ്പെടലും നിരാശയും ആഗ്രഹിക്കുന്നതൊന്നും നേടാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിലൊക്കെ ആണോ നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. നമുക്ക് അഫർമേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പം ഇത് ഞാൻ അഫേം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് അഫേം ചെയ്യാം, യെസ് കൊടുത്ത് അഫേം ചെയ്യാം. അല്ലെങ്കിൽ ഞാനതിൽ കൊടുത്തിട്ടുള്ള 555 വെച്ച് നിങ്ങൾക്ക് അഫേം ചെയ്യാം. അല്ലെങ്കിൽ ഈ കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അഫേം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഫേം ചെയ്യാം. ഇതൊന്നുമല്ലാതെ അഫേം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ജേണലിംഗ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു മുന്നേ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് നേടിയെടുക്കുന്ന ഒരു വലിയ ടെക്നിക്ക്, അതാണ് ജേണലിംഗ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ എനിക്കതിലെന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഞാൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു അവകാശമേ ഉള്ളൂ, അല്ലേ? അല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും വെറുതെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ലല്ലോ. അതാണ് പറഞ്ഞത്. അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നോളേജ് ഉള്ള ആൾക്കേ അതിനെപ്പറ്റി ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുപോലെ ആഗ്രഹിച്ചതെല്ലാം എൻ്റെ സ്വന്തമാക്കി എൻ്റേതാക്കി മാറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എഴുതി വെച്ചതെല്ലാം സ്വന്തമാക്കി എടുത്തിട്ടുള്ള ആളുകളാണ് ഞാൻ. അങ്ങനെ അത്രയ്ക്കും എഴുതി വെച്ച കാര്യങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളെ പരിചയമുണ്ട് എനിക്ക്. അവരുടെ എക്സ്പീരിയൻസും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, ഒന്നിലും ഒരു ധൈര്യം കിട്ടുന്നില്ല, മനഃശക്തി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് തിരിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഭയങ്കര കാമായിട്ട് നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് കേൾക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞോളൂ എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുത്തു എന്ന് പറഞ്ഞത് 1-2 ദിവസം കൊണ്ടല്ല, 1-2 മാസം കൊണ്ടല്ല, വർഷങ്ങളെടുത്തിട്ട് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെറും ദിവസങ്ങൾ കൊണ്ട് നേടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മാസങ്ങൾ കൊണ്ട് നേടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് ജേണൽ ചെയ്യുക, എഴുതി വയ്ക്കുക. എനിക്കത് എത്രമാത്രം എൻ്റെ ലൈഫിന് ആവശ്യമാണ്, അതെത്രമാത്രം ആ കാര്യം എൻ്റെ ലൈഫിലേക്ക് എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ആ കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു അട്രാക്ഷൻ്റെ ഫാസ്റ്റായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം വേഗത്തിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഗുട്ടൻസ് ഇരിക്കുന്ന എവിടെയാണ്? ഇതിലാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട്, എല്ലാവരും ഓടി വന്ന് നോക്കുന്നൊരു ബുക്കല്ല, ആരും പെട്ടെന്നൊന്നും നോക്കാത്ത, എന്നാൽ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റുന്ന
നിങ്ങളൊരു ബുക്കിൽ അത് എഴുതി വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾ പോലും മറന്നു പോയിട്ടുള്ള ആഗ്രഹങ്ങൾ കാലം നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളൊരു തവണ എഴുതി വെച്ച്, എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എഴുതി വെച്ചിട്ട് പിന്നെ ആ ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയി. ഡെയിലി നോക്കുമായിരുന്നു, പിന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും, ഒരു 6 എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 3-4 ഐറ്റംസ് എനിക്ക് ഞാൻ നേടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും എൻ്റെ ലൈഫിൽ എനിക്ക് നേടാൻ പറ്റില്ല, ഒരിക്കലും എനിക്കത് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ അഫർമേഷൻസിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്ര തന്നെ. നമ്മൾ മറന്നാൽ പോലും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിന് ഓർമ്മയുണ്ടാവും, യൂണിവേഴ്സിന് ഓർമ്മയുണ്ടാവും. അത് നമ്മുടെ അടുത്തേക്ക് കൊണ്ട് തന്നെ ചെയ്യും. ഈ അടുത്ത് സിനിമാ നടൻ ജയറാമിൻ്റെ ഒരു ഡയലോഗ് ഞാൻ കേൾക്കുകയുണ്ടായി. അത് ഞാൻ പറയാം ഇവിടെ. നമ്മളൊരു കാര്യം ജെന്യൂൺ ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് അത്രയ്ക്കും സിൻസിയറായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നമ്മൾ സിൻസിയറായിട്ട് ആ കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര കാലം എടുത്തിട്ടായാലും അത് നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ഇതെൻ്റെ വേർഡ്സ് അല്ല, വേർഡ്സ് ബൈ ജയറാം. ഓക്കെ, നമ്മൾ സിൻസിയറായിട്ട് ജെന്യൂനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ കള്ളത്തരോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എത്ര കാലം എടുത്തിട്ടാണെങ്കിലും അത് നമ്മളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. നമ്മൾ ആഗ്രഹിച്ച് അത് അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പം ആ കാര്യം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നിരിക്കും. ഇതാണ് അഫർമേഷൻ്റെ പവർ എന്ന് പറയുന്നത്. സോ നാളെ മുതൽ നിങ്ങൾ അഫേം ചെയ്യുക, എഴുതി വയ്ക്കാൻ തുടങ്ങുക, എഴുതി വെച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടുതൽ ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.